നമസ്കാരം. റൗസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. പുട്ടെന്ന് പറയുമ്പം പല രീതിയിലുള്ള പുട്ട് എല്ലാവർക്കും അറിയാം. അരിപ്പൊടിയുടെ പുട്ടുണ്ട്, അവൽ പുട്ടുണ്ട്, ഗോതമ്പ് പുട്ടുണ്ട്, അങ്ങനെ എല്ലാ പുട്ടും എല്ലാവർക്കും അറിയാമെങ്കിലും ഇത് ഗോതമ്പ് പൊടി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് പുട്ടുണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. ഈ പുട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ചിരട്ടപ്പുട്ടാണ്. ചിരട്ടപ്പുട്ടിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം എങ്ങനെയാണ് ഇത്ര സോഫ്റ്റ് ആയിട്ട് ഗോതമ്പ് പുട്ട്? എല്ലാവർക്കും തോന്നും ഗോതമ്പ് നമ്മൾ നനയ്ക്കുമ്പം അതങ്ങ് ഉണ്ടയായിട്ടായി പോയില്ലേ, അല്ലെങ്കിൽ അരിപ്പൊടി നനയ്ക്കുന്ന പോലെ നനയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് നന്നായിട്ട് നനച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് അരിപ്പൊടിയെക്കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഇതൊരു വട്ടം കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നെയും കഴിക്കണമെന്ന് തോന്നും. അപ്പം അതിനായിട്ട് നമ്മൾ ഇന്നത്തെ ഈ പുട്ടിന് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് 3 പേർക്ക് കഴിക്കാനുള്ള പുട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാനിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പം അരിപ്പൊടിയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരു മൂത്ത് വരുമ്പോൾ ഒരു മണവും അതേപോലെ ഒരു ആവിയും വരും. അതേ പ്രോസസ്സ് തന്നെയാണ് ഈ ഗോതമ്പ് നമ്മൾ വറുത്തെടുക്കുമ്പം മൂത്ത് വരാറാവുമ്പം നല്ലൊരു മണവും അതേപോലെ ചെറിയൊരു ആവിയൊക്കെ വരും. അപ്പോൾ തീ ഓഫാക്കിയിട്ട് നമ്മൾ നാറാൻ വെയിറ്റ് ചെയ്തിട്ടാണ് പിന്നെ നനച്ചെടുക്കുന്നത്. അപ്പം കൂടുതൽ ബാക്കി വിശേഷത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ മുമ്പിൽ പുതിയ വീഡിയോസ് എത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി പ്രോസസ്സിലേക്ക് പോകാം. നമ്മൾ പുട്ടിൻ്റെ പൊടി വറുത്തത് ആറിയതിന് ശേഷം നമ്മളൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് കുറേശ്ശെ വെള്ളം കയ്യിലോട്ടൊഴിച്ച് കുടഞ്ഞു വേണം, തളിച്ച് വേണം നമ്മളിത് നനച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം ആദ്യം കോരി ഒഴിക്കരുത്. കുറേശ്ശെ വെള്ളം, അത് പച്ചവെള്ളം മതി. നമ്മൾ പൊടി നന്നായിട്ട് വറുത്ത് വെച്ചേക്കുന്നതായതുകൊണ്ട് പച്ചവെള്ളത്തിൽ തന്നെ നമുക്ക് നനച്ചെടുക്കാം. അപ്പം അങ്ങനെ നനച്ചെടുത്തതിന് ശേഷമാണ് ബാക്കി ഇതിനകത്ത് ഒരു സീക്രട്ട് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമുക്കിത് പൊടി നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. നമ്മൾ മാവ് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഈ നനവൊക്കെ എല്ലാത്തിലും പറ്റി ഒന്നുകൂടെ നല്ല തരിതരിയായിട്ട് ഇതിനകത്ത് എവിടെയെങ്കിലും കട്ട കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറി വൃത്തമായിട്ട് നമുക്ക് പുട്ട് പുഴുങ്ങിയെടുക്കാൻ മിക്സിയുടെ ജാറിലിട്ട് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ചിരട്ടപ്പുട്ടിന് എല്ലാവർക്കും ഇത് കാണും, കുറ്റി കാണും. പക്ഷേ ഇതിനകത്തിൽ പുഴുങ്ങുന്നതിനെക്കാട്ടിലും നല്ല നമ്മൾ ഒറിജിനൽ ചിരട്ട ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു ഹോളൊക്കെ ആവി വരാനായിട്ട് ഹോളും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇനി തേങ്ങ വാരിയിട്ട് തേങ്ങ ഇച്ചിരി നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പുട്ടിന് എപ്പോഴും തേങ്ങ നല്ലതായിട്ട് ചേർക്കണം. പക്ഷേ ഗോതമ്പ് പുട്ടായതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറേ തേങ്ങ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയും കൂടെ വാരി വെച്ച് സാധാരണ നമ്മൾ പുട്ട് പുഴുങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കാം. തേങ്ങ ഇട്ടിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കണം. വീണ്ടും നമുക്ക് കുറേ ഗോതമ്പ് പൊടിയും കൂടെ നനച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പുട്ടിൻ്റെ പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ഈ നല്ല ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിരട്ട കുറ്റി നമ്മൾ അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ആവി വന്നാൽ മാത്രം മതി. നമുക്കപ്പം പെട്ടെന്ന് തന്നെ ആവി വരും. ഇത് വേണമെങ്കിൽ നമുക്ക് അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തുറന്നിരുന്നാലും പെട്ടെന്ന് തന്നെ ആവി വന്നോളും. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോന്നും പുഴുങ്ങിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിരട്ടപ്പുട്ടിന് ആവി വന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊരു ചിരട്ട എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മറ്റൊരു ചിരട്ടയാണ് ഞാൻ എടുത്ത് അടച്ചു വെച്ചത്. കണ്ടില്ലേ, നല്ല ആവി വരുന്നുണ്ട്. എല്ലാവർക്കും കാണാമെന്ന് കരുതുന്നു. ഇനി ഒരു 2 മിനിറ്റ് കൂടെ ഇങ്ങനെ ഒന്ന് വേവാൻ നമുക്ക് സമയം കൊടുക്കാം. അപ്പം അതിനുശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ട് അടുത്ത കുറ്റിപ്പുട്ട് നമുക്കിങ്ങനെ ആവിയിലേക്ക് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ സ്വാദേറിയ ഗോതമ്പ് ചിരട്ടപ്പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.
കഴിക്കേണ്ട താമസമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റ് കറികൾ എന്തെങ്കിലും വേണമെങ്കിലും ഉപയോഗിച്ച് കഴിക്കാം. അതല്ല എങ്കിൽ തേങ്ങ നമ്മൾ നന്നായി ചേർക്കുന്ന കാരണം അല്ലാതെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഈ ചട്ടപ്പുട്ട് എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ ഞങ്ങളെ അറിയിക്കണം. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം മറ്റൊരു മനോഹര വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.